ഹലോ സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് കമ്പനി. ഞാനിപ്പോൾ മറാത്ത മന്ദിർ തിയേറ്ററിലോട്ട് പോവാണ്. അങ്ങ് ദൂരെ കാണുന്നതാണ് മുംബൈയിലെ മറാത്ത മന്ദിർ തിയേറ്റർ. ഇതൊരു പഴയ തിയേറ്ററാണ്. ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ 28 വർഷമായിട്ട് പടം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, बड़े बड़े देशों में ऐसी छोटी छोटी बातें होती रहती हैं। ये सेन्योरिटा क्या लगा रखा है? മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ തിയേറ്റർ. ഇവിടെ ഒരു പുതിയ പടവും കളിക്കുന്നുണ്ട്, ഭൂൽ ഭുലയ്യ 2. പിന്നെ 28 വർഷമായിട്ട് ദിൽവാലെ ദുൽഹാനിയ ലേ ജായേംഗെ സിനിമ ഇവിടെ ഒരു ഷോ കളിക്കുന്നുണ്ട്. 28 വർഷമായിട്ട് ഒരു തിയേറ്ററിൽ ഒരു സിനിമ കളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പഴയ തിയേറ്റർ ആയിരിക്കുമെന്ന്. പക്ഷെ ഇതൊരു അത്യാവശ്യം നല്ല തിയേറ്ററാണ്. കണ്ട 26 വർഷം, പക്ഷേ ആക്ച്വലി ഇത് 28 വർഷമായി. 26 വർഷത്തിന് ശേഷം ഇവരത് മാറ്റി എഴുതിയിട്ടില്ല. ഒരു 2 മാസം കൂടി കഴിഞ്ഞാൽ 28 വർഷം തികയും. ഇവിടെ ചാർജും വളരെ കുറവാണ്. ബാൽക്കണി 40 രൂപയും അതിന് താഴെയുള്ളത് 30 രൂപയേ ഉള്ളൂ. മുംബൈയിൽ വേറെയും തിയേറ്റേഴ്സ് ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഈ റേറ്റ് കുറഞ്ഞ തിയേറ്റേഴ്സ്. 50 രൂപ 30 രൂപയ്ക്കൊക്കെ സിനിമ കാണാൻ പറ്റിയ തിയേറ്റേഴ്സ് മുംബൈയിൽ ഒരുപാടുണ്ട്. ചെന്നൈയിലും അതുപോലെ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ ചാർജ് കുറഞ്ഞ തിയേറ്റേഴ്സ് ഇല്ലാത്തത്. ഞങ്ങളൽപ്പം താമസിച്ചുകൊണ്ട് ഷോയ്ക്ക് കയറാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും ഇതൊരു അത്ഭുതമാണ്, മഹാ അത്ഭുതം എന്ന് തന്നെ പറയാം. ഒരു സിനിമ ഒരാഴ്ച തികയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പാടാണ് നമ്മുടെ നാട്ടിലും ഇന്ത്യയിലും മൊത്തത്തിലുള്ള സിനിമാക്കാർ പെടുന്നത്. പക്ഷെ ആ സമയത്താണ് ഈ സിനിമ 28 വർഷമായിട്ടൊരു തിയേറ്ററിൽ കളിക്കുന്നത്. ഇത് ആളില്ലാതെ വെറുതെ കളിക്കുകയൊന്നുമല്ല കേട്ടോ, ഇതിന് അത്യാവശ്യം ആള് ദിവസവും കയറുന്നുണ്ട്.